ഹലോ ഓൾ, ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻട്രോ ഒന്നും കൊടുക്കുന്നില്ല. യു എസിൽ കാണേണ്ട വേറൊരു നാച്ചുറൽ വണ്ടറാണ് ഈ അരിസോണ സ്റ്റേറ്റിലുള്ള ഗ്രാൻഡ് കാനിയോൺ. അപ്പം ഗ്രാൻഡ് കാനിയോൺ വെസ്റ്റ് ടൂറാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ അവിടെ ചെന്നു. അപ്പോൾ നമുക്കൊരു ലാസ് വേഗാസിലെ മരുഭൂമി 2 മണിക്കൂറാണ് ലാസ് വേഗാസിൽ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ 40 ഡിഗ്രി ചൂടിൽ നിന്നാണ് ഇവിടെ നല്ല കാറ്റുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറും അവിടെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അവിടെ സ്കൈ വാക്ക് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, ഹൈക്കിംഗ് ഉണ്ട്, അങ്ങനെ പല ആക്ടിവിറ്റീസും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഗ്രാൻഡ് കാനിയോണിൻ്റെ തന്നെ ബസ്സിലാണ് 2-3 പോയിൻറ്റ്സ് ഉണ്ട്. ഈഗിൾ പോയിൻറ്റ്, ഗുവാനോ പോയിൻറ്റ്, അങ്ങനെ. അപ്പോൾ കൊളറാഡോ റിവർ താഴെ കൂടെ ഒഴുകി പോകുന്നതിനൊക്കെ നമുക്ക് നല്ല വ്യൂ അവിടെ നിന്ന് കിട്ടും. പിന്നെ അത് ശരിക്കും നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാബലിപുരം ഒക്കെ നമ്മൾ ടെമ്പിൾസൊക്കെ കണ്ടിട്ടുണ്ട്, മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ ഇത് നാച്ചുറലി സംഭവിച്ചൊരു സംഭവമാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരുപാട് ബില്യൺ ഇയേഴ്സിന് മുമ്പ് ഇത് ശരിക്കും ഒരു കടലിൻ്റെ അടിത്തട്ടായിരുന്നു. അങ്ങനെ ഭൂമിയിലേക്കൊരു ഉൽക്ക വന്ന് മീറ്റിയോർ വന്ന് ഇടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ കടൽ മൊത്തം അപ്രത്യക്ഷമായി. അത് ആ കടലിൻ്റെ അടിത്തട്ട് മുകളിലേക്ക് കണ്ടതാണ്. ഈ സീ ബെഡായിരുന്നു അത്. അപ്പോൾ ഇതിൻ്റെ ഓരോ ലെയറും ഇങ്ങനെ മണ്ണ് വന്ന് അടിഞ്ഞ് ഗ്രാജുവലി ഫോം ചെയ്ത് വന്നിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വലിയൊരു സംഭവമായിരുന്നു. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയതാണ് ഹൂവർ ഡാം. അപ്പോൾ ഇത് ശരിക്കും ഈ വെള്ളമൊക്കെ നമ്മൾ ഇച്ചിരി കാണുന്നുള്ളൂ. ഇടുക്കി ഡാമിൽ പോലും നമ്മളിതിൽ കൂടുതൽ വെള്ളം കാണും. പക്ഷേ ഇത് ശരിക്കും ഒരുപാട് മുകളിൽ കൂടെ ഒഴുകിയതായിരുന്നു. ഇതിപ്പോൾ ശരിക്കും 2 എണ്ണത്തിൻ്റെയും ഇടയിൽ അത്രയും താന്നാണ് ഈ ഒരു റിവർ പോകുന്നത്. അരിസോണ സ്റ്റേറ്റിൽ ശരിക്കും നമുക്ക് ഇത് ഡയറക്റ്റ്ലി അതിൻ്റെ ബ്യൂട്ടി കണ്ടറിയണമെങ്കിൽ, ഇച്ചിരി ചൂടാണെങ്കിലും ശരിക്കും കാണേണ്ട ഒരു സാധനമാണ്. സ്കൈ വാക്കുള്ളതും നമുക്ക് 4000 ഫീറ്റ് മുകളിലാണ് നമുക്ക് സ്കൈ വാക്ക് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വരുന്നത്. ഇവിടെ നാച്ചുറലി ഇതുപോലെ വന്നു ചേർന്ന ഓരോ ലെയർ മണ്ണിനും ബില്യൺ ഇയേഴ്സിൻ്റെ കഥ പറയാനുണ്ട്. പിന്നെ നയാഗ്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ഒരു നാച്ചുറൽ വണ്ടറാണ് ഈ അരിസോണ സ്റ്റേറ്റിലെ ഗ്രാൻഡ് കാനിയോൺ. US വരുന്നവർ എന്തായാലും ഇത് മിസ്സാക്കാൻ പാടില്ല. അതുപോലെ വേറൊരു പ്രത്യേകതയാണ് ഇത്രയും ക്ലിയർ ആയിട്ടുള്ളൊരു സ്കൈ. US പോയ ഒരുവിധം സ്ഥലങ്ങളിലും ഇത് തന്നെയായിരുന്നു. ഇവിടെ നമ്മളത് പ്രത്യേകിച്ചും കണ്ടു. കാരണം പൊല്യൂഷൻ പൊതുവെ കുറവുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് ഇങ്ങനെ ഇത്രയും തെളിഞ്ഞൊരു ആകാശം കാണാൻ പറ്റുന്നത്. അപ്പം ഇത് നമ്മളിങ്ങനെ ചിത്രങ്ങളിലൊക്കെ നമ്മളിങ്ങനെ മൗണ്ടൻസ്, പർവ്വതങ്ങളൊക്കെ നമ്മൾ വരയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഒരു പ്രകൃതി വരച്ച് വെച്ച നല്ലൊരു ചിത്രം നമ്മൾ നേരിട്ട് കാണുന്നതിൻ്റെ അനുഭവമാണ്. ഗ്രാൻഡ് കാനിയോണിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ സ്കൈ വാക്ക് ചെയ്തു, പക്ഷേ ഇനിയും സിപ്പ് ലൈനും ഹൈക്കിങ്ങും ഹെലികോപ്റ്റർ റൈഡും എല്ലാം ഉണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ. ഇത് മുകളിൽ നിന്നൊക്കെ കാണാനും അടിപൊളിയായിരിക്കും. ഇവിടെ നിന്നാണ് നമ്മൾ നയാഗ്രയിൽ പോയത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.